ഭൂമിയിൽ ഉയർത്തുവാൻ കൊള്ളാവുന്നൊരു നാമമുണ്ടെങ്കിൽ അത് യേശുക്രിസ്തുവിൻ്റെ നാമമല്ലാതെ വേറൊരു നാമമില്ല. കാരണം ബൈബിൾ പറയുകയാണ്, അവൻ്റെ നാമം സകല നാമത്തിലും മേലായ നാമമാണ്. 34-ാം സങ്കീർത്തനത്തിന്റെ 3-ാമത്തെ വാക്യം, എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുവീൻ, നാം ഒന്നിച്ച് അവന്റെ നാമത്തെ ഉയർത്തുക. ആര് ദൈവത്തെ ഉയർത്തുന്നവരുണ്ടോ അവരെ ദൈവം നിശ്ചയമായും ഉയർത്തിയിരിക്കും. ദൈവത്തെ ഉയർത്തുക എന്ന് പറഞ്ഞാൽ എന്താണ്? മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തേണ്ടതാകും. നമുക്ക് ദൈവം തന്ന വിടുതലുകൾ, അനുഗ്രഹങ്ങൾ, എപ്പോഴും നമ്മുടെ നാവ് ദൈവത്തെ ഉയർത്തുന്ന നാവായിരിക്കണം. ബൈബിളിൽ ഒരു വാക്യമുണ്ട്, സദൃശവാക്യത്തിൽ, അതിനെ ഉയർത്തുക, അത് നിന്നെ ഉയർത്തും. അതിനെ ആലിംഗനം ചെയ്യുക, അത് നിനക്ക് മാനം വരുത്തും. ആരെ ഉയർത്തണം? ദൈവത്തെ ഉയർത്തണം. ഞാൻ ഒരു ശുശ്രൂഷകനാണ്. എൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്താണെന്നറിയാമോ? യേശുക്രിസ്തുവിനെ ഉയർത്തുക. ഞാനും നിങ്ങളും കൂടെ ഒന്നിച്ചു ചേർന്ന് ക്രിസ്തുവിനെ ഉയർത്തുവാൻ തയ്യാറായാൽ നിങ്ങളുടെ ജീവിതം പരാജയപ്പെടത്തില്ല. കർത്താവ് നിങ്ങളെ ഉയർത്തിയിരിക്കും. എപ്പോഴും ഓർക്കണം, എളിയവനെ പൊടിയിൽ നിന്നും ദരിദ്രനെ കുപ്പയിൽ നിന്നും ഉയർത്തി പ്രഭുക്കന്മാരുടെ ഇരുത്തുന്നവനാണ് നമ്മുടെ സർവശക്തനായ ദൈവം. ബൈബിളിൽ ഒരു വാക്യമുണ്ട്, നീ താഴ്ച പ്രാപിക്കത്തില്ല, ഉയർച്ച തന്നെ പ്രാപിക്കും. കാരണം ദൈവത്തെങ്കിലേക്ക് നോക്കുന്ന ഒരു മനുഷ്യൻ, അവന്റെ ജീവിതം താഴോട്ടല്ല, അവന്റെ ജീവിതം ഉയരങ്ങളിലേക്കാണ്. ഈ ദിവസങ്ങളിൽ നമുക്ക് ദൈവത്തെങ്കിലേക്ക് നോക്കാം, ദൈവത്തെ ഉയർത്താം. സങ്കീർത്തനക്കാരൻ പറയാ, എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുവീൻ, നാം ഒന്നിച്ച്, ഞാനും നിങ്ങളും എല്ലാം ചേർന്ന്. അതുകൊണ്ടാണ് ബൈബിളിൽ പറയുന്നത്, സ്തോത്രം, ദൈവത്തെ സ്തുതിക്കുന്നതിനകത്ത് എല്ലാവരെയും സങ്കീർത്തന പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വൃദ്ധന്മാരും ബാലന്മാരും യുവതികളും യുവാക്കന്മാരും രാജാക്കന്മാരും മന്ത്രിമാരും ഇവരുമെല്ലാം ദൈവത്തെ സ്തുതിക്കണം. ഇന്ന് ഈ വചനം കേൾക്കുന്ന നിങ്ങളോട് പറയാം, നമുക്കൊന്നിച്ചു ദൈവത്തെ ഉയർത്താം. ആര് ദൈവത്തെ ഉയർത്താൻ തീരുമാനിക്കുന്നോ അവനെ ദൈവം ഉയർത്തിയിരിക്കും. നമുക്ക് കണ്ണുകളെ അടച്ച് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ ഒരു ഉയർച്ച കൊതിച്ചിട്ടും ഉയരുവാൻ കഴിയാതെ പരാജയമെന്ന പടുകുടിയിൽ തകർന്നടിഞ്ഞു കിടക്കുന്ന ചിലർ ഈ ദിവസങ്ങളിൽ ക്രിസ്തുവിനെ ഉയർത്തി, ക്രിസ്തുവിൻ്റെ നാമത്തെ ഉയർത്തി, ക്രിസ്തുവിൻ്റെ ജയത്തെ ഉയർത്തിക്കൊണ്ട് അവൻ്റെ ജീവിതത്തിൻ്റെ ഉയർച്ചയുടെ പടികൾ ചവിട്ടിക്കയറുവാൻ കൃപ ചെയ്യണം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ വരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവത്തെ ഉയർത്തുക, ദൈവം നിന്നെ ഉയർത്തും. ഗോഡ് ബ്ലസ് യു.